കേരളത്തിൽ റെയിൽവേക്ക് ഇനി ഇപ്പോൾ ഒരു ക്രോസ് ലൈൻ അനുവദിക്കണമെങ്കിൽ പോലും ഈ ശ്രീധരനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ശ്രീധരനാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനേക്കാളും വലിയ ആൾ. സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് മുഴുവൻ തട്ടിപ്പ്. ശ്രീധരൻ പറയാണ് ഈ സർക്കാർ ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനം സെമി ഹൈ സ്പീഡ് പോലുമല്ല, 70 കിലോമീറ്റർ മുകളിൽ പോകാൻ പറ്റില്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ്. ഇതൊക്കെ പറയാൻ അദ്ദേഹമാണ്. സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കേരളം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനും അതിനാവശ്യമുള്ള പദ്ധതി ഉണ്ടാക്കാനും അതിനുള്ള പൈസ കണ്ടെത്താനും അത് നടപ്പിലാക്കാനുമാണ്. എല്ലാത്തിനും ശ്രീധരനാണോ? ശ്രീധരൻ്റെ അവസാന വാക്ക്, ശ്രീധരന് അഴിമതിയില്ലാത്ത ഒരാൾ, താല്പര്യമില്ലാത്ത ഒരാൾ. ശ്രീധരൻ BJP മെമ്പറാണ്. BJPയുടെ താല്പര്യം എന്താണ്? അത് കേരളത്തിൻ്റെ പൊതുവായ വികസന താല്പര്യമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ? കേരളത്തിൽ വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഒറ്റ പൈസ കൊടുക്കരുതെന്ന് തീരുമാനിച്ചിരിക്കുന്ന പാർട്ടിയുടെ മെമ്പറാണ് ശ്രീധരൻ. ശ്രീധരൻ ജെനുവിൻ ആൻഡ് നിഷ്കളങ്കനും നിഷ്പക്ഷനുമാണോ? ഒന്നുമല്ല. കേരളത്തിന് വൻകിട വികസന പദ്ധതികൾ തരരുതെന്ന് വിചാരിക്കുന്ന, കേരളത്തിന് ദുരിതാശ്വാസ പദ്ധതി വഴി പൈസ തരരുതെന്ന് വിചാരിക്കുന്ന, കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് ശ്വാസം മുട്ടിക്കണമെന്ന് വിചാരിക്കുന്ന, കേരളത്തോട് ഒരു ബജറ്റിലും മതിയായ വിഹിതം അനുവദിക്കാത്ത, പദ്ധതികൾ തരാത്ത വിവേചന സമീപനമുള്ള ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ആര്? ഈ ശ്രീധരൻ. അപ്പോൾ ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ ആൾ നിഷ്പക്ഷനും എല്ലാ നീതിമാനുമായ ഒരു മനുഷ്യന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി മെമ്പറാണ്. അദ്ദേഹത്തിന് ആ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ശ്രീധരനാണ് തീരുമാനം. ഇപ്പം നാളെ സംഭവിക്കാൻ പോകുന്ന നാളെ ബജറ്റാണ്. ചിലപ്പോൾ ശ്രീധരൻ്റെ പ്രപ്പോസലിന് സർക്കാർ അംഗീകാരം കൊടുക്കുകയോ പൈസ വകയിരുത്തുകയോ ഒക്കെ ചെയ്തേക്കാം. ആയിരിക്കും സംഭവിക്കാൻ പോകുക. ഇതിവിടെ ഇങ്ങനെയാണല്ലോ മോദി സർക്കാരിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അത് നാളെ സംഭവിച്ചേക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായി അപ്പുറത്ത് നിർത്തുക, സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പരിപാടിയെല്ലാം അഴിമതിയും തെറ്റുമാണെന്ന് സ്ഥാപിച്ച് ഒരു വ്യക്തിയെ എടുത്തുകൊണ്ടുവരുന്ന പരിപാടി, ഒരു വയോവൃദ്ധൻ, അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുന്നത്, അദ്ദേഹമാണ് പരമമായ സത്യസന്ധതയുടെ പ്രതീകം എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ കാര്യമാണ്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് അവിടെ ഇരിക്കട്ടെ, ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ശ്രീധരനുമായിട്ട് സഹകരിക്കട്ടെ. നമ്മൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ ശ്രീധരനുമായിട്ട് സഹകരിച്ചല്ലോ. അങ്ങനെ സഹകരിച്ചു പോവുകയും സർക്കാരിന് അതിൻ്റെ അതോറിറ്റി കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് 51% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ആൻഡ് 30 to 49% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം, ബാക്കി ലോണുകൾ എന്നാണ് ശ്രീധരൻ്റെ പ്രോജക്റ്റ്. മറ്റേതെന്ന് വെച്ചാൽ 2020 ആണ്, ബാക്കി നമ്മൾ ലോൺ എടുക്കും എന്നാണ് നമ്മുടെ പ്രോജക്റ്റ്. നമ്മുടെ പദ്ധതിയാണിത്, സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ്. സംസ്ഥാനത്തിൻ്റെ പദ്ധതി നമ്മൾക്ക് നമ്മുടെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന സർക്കാരിന് ആ കാര്യത്തിലൊരു സ്റ്റേക്ക് ഉണ്ടാവണം, റോൾ ഉണ്ടാവണം. അതിനെ മറികടക്കുന്ന ഈ പറഞ്ഞ കൾച്ചർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ഏത് പ്രോജക്റ്റ് കൊണ്ടുവരും ആ പ്രോജക്റ്റ് വൈബിൾ ആയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വേറെ നടക്കണമെന്ന് കൂടി ഞാൻ പറയും. പിന്നെ ഏത് കാര്യമുണ്ട്, ഇത് വലിയ പ്രോജക്റ്റാണ്, 10 വർഷമൊക്കെ എടുക്കും തീരാൻ ഏറ്റവും കുറഞ്ഞത്. അത് കഴിഞ്ഞ് ഏത് തലമുറ അതിനെ അനുഭവിക്കും? ഏതെല്ലാമോ തലമുറകൾക്ക് അനുഭവിക്കാൻ നാം ഇന്നേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്ന് എന്ന മട്ടിൽ അതിനെ കാണണം. അല്ലാതെ ഈ പദ്ധതി ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് മുതലിൻ്റെ ടിക്കറ്റ് പറ്റി പൈസ തിരിച്ച് കിട്ടുമെന്ന ആലോചന നടത്തിയാൽ ഒരു പദ്ധതിയും വിജയകരമാവും നമുക്ക് പറയാൻ പറ്റില്ല. ഏതോ കാലത്തെ തലമുറകൾക്ക് അനുഭവിക്കാനുള്ളത് നാം ഉണ്ടാക്കുന്നു എന്ന വിശാലമായ വീക്ഷണം കൂടി ചേർന്നാലേ നമുക്ക് ഈ പറഞ്ഞ ഹൈ സ്പീഡ് റെയിലിനോട് നമ്മുടെ മനസ്സൊന്ന് ചേർക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും.